പാഠം 578. ഒരു യാത്രയുടെ കഥ. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് തിരുവനന്തപുരത്തേക്ക് ഭക്തജന പ്രവാഹം. പൊങ്കാലയിൽ പങ്കെടുക്കാനായി ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് നഗരത്തിലെത്തിയിരിക്കുന്നത്. ജനത്തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ പൂർണ്ണമായതായി സർക്കാർ അറിയിച്ചു. അമ്മേ, തിരുവനന്തപുരത്ത് ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ ക്ഷേത്രം അറിയപ്പെടുന്നത്. നിനക്ക് വേണേ പോകാമായിരുന്നു. നീ എന്തൊന്നും മിണ്ടത്? ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ത്രീകളോട് എത്താറുണ്ട്. എന്താണ് ഒക്കെ രാവിലെ ഗൗരവം? അതൊന്നും അറിയണമല്ലോ. അമ്മേ, എന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത്? നിന്നോടാ ചോദിച്ചത്. നേരം വെളുത്ത മുതൽ നീ ഭയങ്കര ഗൗരവത്തിലാണല്ലോ. കാര്യം എന്തെന്ന് പറയ. നിന്നോടാ ചോദിച്ചത്. നിന്റെ നാവിൽ വാക്കില്ലേ? അല്ല, വായിലാക്കില്ലേ? എന്തെങ്കിലും ഇവിടെ തുറന്നു പറയണം. അത് മുഖം വെറുപ്പിച്ചിരുന്ന കാര്യം. എന്റെ മുഖം ഇങ്ങനെയാണ്, അത് മാറ്റാൻ പറ്റില്ല. ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതിനൊരു കാരണം കാണുമല്ലോ. എന്റെ മോനേട്ടാ, എനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ട്. വെറുതെ എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കില്ലേ? നമസ്കാരം സർ. സുന്ദരേശനോട് 8:30 വരാനല്ലേ പറഞ്ഞത്? ഇപ്പോൾ സമയം 8:45. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബൈക്കിന്റെ ടയർ പഞ്ചറായി. വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ വിളിച്ച് ബൈക്ക് ഏൽപ്പിച്ചിട്ട് ഓട്ടോ പിടിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ബൈക്ക് പോലുള്ള വാഹനങ്ങളെ നമ്മൾ അമിതമായി വിശ്വസിക്കരുത് എന്ന്. സുന്ദരേശന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വരെ വരാൻ 2 കിലോമീറ്ററിലേ ഉള്ളൂ. ആരോഗ്യമുള്ള ഒരാൾക്ക് 2 കിലോമീറ്റർ നടക്കാൻ ഒരു പാടുമില്ല. വക്കീലില്ലേ സാറേ? ഉണ്ട്. സുന്ദരേശന്റെ കേസ് വാദിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ആദ്യം അവൾ സമ്മതിച്ചില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഇന്ന് സുന്ദരേശനോട് വരാൻ പറഞ്ഞത്. അറിയാം സർ, ഇതൊരു ചെറിയ കേസല്ലേ. വലിയ ഫീസൊന്നും കിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് നല്ല വക്കീലന്മാരാരും ഈ കേസ് എടുക്കില്ല. എന്തായാലും സത്യഭാമ വക്കീൽ കേസ് ഏറ്റെടുത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി എനിക്ക് ഒന്നും പേടിക്കാനില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സുന്ദരേശൻ. ഈ സുന്ദരേശന്റെ അരസന്റെ ഭൂമി കയ്യേറിയാണ് വിശ്വംഭരൻ വഴിവെട്ടിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കോടതി വഴി ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ഭൂമി സുന്ദരേശന്റെ കൈവിട്ട് പോകും. കടലാസുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വക്കീലെ. കൊടുക്കൂ. ഞാൻ അങ്ങേറ്റം തിരക്കുള്ള ഒരു വക്കീലാണ്. ഇമാതിരി പെറ്റി കേസുകളൊന്നും വാദിക്കാൻ എനിക്ക് സമയമില്ല. സമയല്ലേ? അപ്പൊ നീ കേസ് വാദിക്കാന്ന് പറഞ്ഞതോ? ആരോട് പറഞ്ഞു? എന്നോട്. ഇന്നലെ നീ പറഞ്ഞല്ലേ ഈ സുന്ദരേശൻ ശിശുപാലിന്റെ ഒരു ബന്ധുവാണ്. അതിനോട് പറഞ്ഞല്ലേ? വക്കീല് കേസ് വാദിക്കാമെന്ന് നീക്കുന്നത് കക്ഷിയുടെ അടുത്താണ്. ഈ കേസിലെ കക്ഷി സുന്ദരേശനല്ലേ? ഞാൻ ഏറ്റായിരുന്നോ കേസ് വാദിക്കാന്ന്? ഇല്ല, പക്ഷേ സാറിനോട് പറഞ്ഞിരുന്നു. അത് പോരല്ലോ. കോടതിയിൽ കേസ് കൊടുക്കണമെങ്കിൽ വക്കീലിനെ വന്ന് കാണണം. വില്ലേജ് ഓഫീസറെ കണ്ടിട്ട് യാതൊരു കാര്യമില്ല. എനിക്ക് ഈ കേസ് വാദിക്കാൻ സൗകര്യമില്ല. മോഹനേട്ടാ, മറ്റുള്ളവരുടെ ശുപാർശയിൽ ഞാൻ കേസുകൾ ഏക്കാറില്ല. എനിക്ക് കേസ് പിടിച്ചു തരാൻ ഞാൻ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിട്ടുമില്ല. ഇതെന്താ സാറേ? സാറ് പറഞ്ഞ വക്കീലത് കേൾക്കുമെന്ന് ശിശുപാലൻ ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. കഷ്ടം തന്നെ. സാറിന്റെ ഭാര്യ സാറ് പറഞ്ഞാൽ കേൾക്കില്ലെങ്കിൽ അത് പറഞ്ഞാ പോരായിരുന്നോ? എന്റെ ഭാര്യ ആര് പറഞ്ഞാലും കേൾക്കുന്നത്, ആര് പറഞ്ഞാൽ കേൾക്കാത്തതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആ ശരി, ഞാൻ 11 മണിക്ക് എത്തിക്കോളാം. കടലാസൊക്കെ നീ ഒപ്പിട്ട് വാങ്ങിയാ മതി. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? ഞാൻ ഒരു ബ്രോക്കർ ആണെന്നോ?
മോഹനേട്ടൻ ബ്രോക്കറാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കേസ് പിടിച്ചു തരാൻ ബ്രോക്കർമാരെ ഏൽപ്പിച്ചിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സുന്ദരേശന്റെ കേസ് വാദിക്കുന്ന കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞപ്പോ നീ എന്നോട് സമ്മതിച്ചതാ. നീ സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് സുന്ദരേശനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അയാൾ വന്നപ്പോ നീ എന്താ പറഞ്ഞത്? നിനക്ക് കേസ് വാദിക്കാൻ മനസ്സില്ലെന്നോ? വെറുതെ കിടന്നോച്ച് വെച്ചിട്ട് കാര്യമില്ല മോനേട്ടാ. ഏത് കേസ് വാദിക്കണം ഏത് കേസ് വാദിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് വക്കീലാണ്. എങ്കിൽ അത് ഇന്നലെ പറയണമായിരുന്നു. ഇനി ഞാൻ ശിശുപാലന്റെ മുഖത്ത് എങ്ങനെ നോക്കും? നമ്മൾ സാധാരണ ഒരാളുടെ മുഖത്ത് നോക്കുന്നത് എങ്ങനെയാ? ഇങ്ങനെ അങ്ങനെ എങ്ങ് നോക്കിയാ മതി. ചായ. ഒരു കാര്യം എന്നോട് പറയാനുണ്ട് ഭാമേ. ശിശുപാലന്റെ ഒരു ബന്ധു, അയാളുടെ പേര് സുന്ദരേശൻ എന്നാണ്. ഇന്ന് അയാൾ എന്നെ കാണാൻ വന്നിരുന്നു. ആകെ 5 സെന്റ് ഭൂമിയെ സ്വന്തമായിട്ടുള്ളൂ. അതില് ഒരു വീട് വെക്കുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാൾ. അപ്പോഴാണ് തൊട്ടടുത്ത പുരയിടത്തിന്റെ ഉടമസ്ഥൻ ഒരു വിശ്വംഭരൻ അതുവഴി ഒരു വഴി വിട്ടുന്നു. സുന്ദരേശന്റെ 1.5 സെന്റ് ഭൂമി കൂടി ആ വഴിയിൽ ചേർത്ത് കളഞ്ഞു വിശ്വംഭരൻ. പോലീസ് പരാതിപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായില്ല. ഈ വിശ്വംഭരൻ പോലീസിലൊക്കെ സ്വാധീനമുള്ള ഒരാളാ. കേസ് കൊടുക്കാതെ വേറെ വഴിയില്ലാതെ വന്നതുകൊണ്ടാ അയാള് എന്നെ കാണാൻ വന്നത്. മോഹനേട്ടനെ കണ്ടിട്ട് എന്താ കാര്യം? ചെറിയ കേസായതുകൊണ്ട് നല്ല വക്കീലന്മാരാരും ആ കേസ് ഏക്കില്ല എന്ന്. നിന്നെ കൊണ്ട് കേസ് വാദിപ്പിക്കാൻ പറ്റുമോ എന്നറിയാനാ വന്നത്. അപ്പൊ ഞാൻ നല്ല വക്കീലാണെന്ന് മോഹനേട്ടൻ സമ്മതിച്ചു. അത് ഞാൻ നേരത്തെ സമ്മതിച്ചാണല്ലോ. ഇപ്പോ മോഹനേട്ടൻ ആവശ്യം വന്നുകൊണ്ട് സമ്മതിച്ചു എന്ന് പറ. എന്തായാലും മോഹനേട്ടൻ ആവശ്യം പറയുമ്പോ ഞാൻ ചെയ്യാതിരിക്കൂ. ഈ കേസ് ഞാൻ ഏറ്റു. സുന്ദരേശനോട് ഇവിടെ വരെ ഒന്ന് വരാൻ പറഞ്ഞാൽ മതി. ആ പിന്നെ മോനേട്ടാ വേറൊരു കാര്യമുണ്ടേ. മോനോട്ട് സമ്മതിക്കണം. ഓഫീസറുകളെല്ലാരും കൂടി എറണാകുളത്തിന് ടൂർ പോകാനൊരു പരിപാടി ഇട്ടിട്ടുണ്ട്. ഒറ്റ ദിവസത്തേക്കാ. നാളെ രാവിലെ 7:30 പോയിട്ടുണ്ടെങ്കിൽ രാത്രി 9 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വരും. സത്യപാലന്റെ ഐഡിയ. ബാക്കി എല്ലാരും സമ്മതിച്ചു. നീ സമ്മതിച്ചോ? എനിക്ക് മാത്രമായിട്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാരും കൂടി 16 പേരുണ്ട്. മത്തായി ചേട്ടൻ മാത്രം വരുന്നില്ല. ഓഫീസിൽ ആരെങ്കിലും വേണ്ടേ? ഒരു മിനി ബസ്സിനാ പോണേ. അവരൊക്കെ പോകട്ടെ, പക്ഷേ നീ പോകുന്നില്ല. പോവാതെ പറ്റില്ല മോനേട്ടാ. രാവിലെ പോയിട്ട് രാത്രി ഇങ്ങ് വരില്ലേ? അത് പറ്റില്ല ഞാൻ പറഞ്ഞാണല്ലോ. ഈ സത്യപാലൻ എന്ന് പറയുന്നവൻ ഒരു മുഴുക്കുടിയനാണ്. ബാക്കിയുള്ള ആളുകളും ഒട്ടും മോശമാവുന്നില്ല. അങ്ങനെയുള്ള കള്ളുകുടിയന്മാരുടെ കൂടെ നീ ഒരു യാത്ര പോകുന്നത് എനിക്കിഷ്ടമല്ല. കള്ളു കുടിക്കുന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? ഇനിയിപ്പോ കള്ളു കുടിച്ചാൽ തന്നെ എന്താ? ഞങ്ങളൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരല്ലേ? ആരും മോശമായിട്ടൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. അത് മാത്രമല്ല ഭാമേ, ഇപ്പോഴത്തെ കാലാവസ്ഥ പറ്റി നീ ആലോചിച്ച് നോക്ക്. കുംഭമാസത്തിൽ കേരളത്തിൽ ആരെങ്കിലും ടൂർ പോവോ? ഭയങ്കര ചൂടായിരിക്കും. വെറുതെ വെയിൽ കൊണ്ട് അസുഖം വരുത്തിക്കുന്നതിനാണ്. ഇതൊക്കെ ഒരു ന്യായാണ് മോഹനേട്ടാ. ഓഫീസിൽ നിന്ന് എല്ലാരും പോകുമ്പോ ഞാൻ മാത്രം പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ പറ്റി എന്താ വിചാരിക്കുക? അവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളത് നിന്റെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്. എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ മാത്രം പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? സാധാരണ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കുന്ന എങ്ങനെ? അതാ ഇങ്ങോട്ട് നോക്ക്. ഇങ്ങനെ അങ്ങനെ നോക്കിയാ മതി. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ടൂറ് പോകാൻ സമ്മതിക്കാത്ത എന്റെ പ്രതികാരമാണിത്. ഭാമേ, നിന്റെ കൂട്ടുകാരുടെ കൂടെ ടൂർ പോകാൻ സമ്മതിക്കാത്തതിന്റെ പേരിൽ പ്രതികാരം ചെയ്യുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്ത് പ്രതികാരമായാലും ഇപ്പൊ നീ കാണിച്ചത് മോശമാണ്. ആ സുന്ദരേശൻ ഇവിടെ നടന്നതൊക്കെ പുറത്തുപോയി പറയില്ലേ? ശിശുപാലൻ കാര്യങ്ങളൊക്കെ അറിയില്ലേ? അപ്പോ അവർക്ക് എന്നെ പറ്റി എന്ത് കരുതും? സ്വന്തം ഭാര്യ പോലും വകവയ്ക്കാത്ത ഒരാളാണ് മോഹനകൃഷ്ണൻ എന്നും അവര് പറയില്ലേ? എന്നെ പറ്റി എന്റെ കൂടെ ജോലി ചെയ്യുന്നവരും അങ്ങനെ എന്തൊക്കെ കരുതിയിട്ടുണ്ടാവും മോനേട്ടാ? കൈ നിറയെ കേസുള്ള നല്ല തുക ഫീസായിട്ട് വാങ്ങുന്ന ഒരു വക്കീലിന് ഓഫീസിലുള്ളവരുടെ കൂടെ ഒരു ദിവസം ടൂർ പോകാൻ പറ്റില്ല എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുപോലും ഭാര്യയെ സമ്മതിക്കാത്ത ഒരു മർക്കട മുഷ്ടിക്കാരൻ ഭർത്താവിനെ സഹിച്ച് ജീവിക്കുന്ന ആളാണ് ഞാനെന്നും അവർ കരുതില്ലേ? ഭാമേ, ഞാൻ നിന്നോട് ടൂർ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കൂടെയുള്ള ആണുങ്ങൾ
ഞങ്ങൾ കള്ളു കുടിക്കും. ആ. കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. തുടങ്ങിയ കാരണങ്ങളല്ലേ? ആ കാരണങ്ങളൊക്കെ മോഹനേട്ടന്റെ കൈത്തനങ്ങ് വെച്ചാൽ മതി. ടൂർ പോകാൻ 1000 രൂപ ചെലവ് വരും. അത് ചെലവാകുന്നതിലുള്ള വിഷമാണ് മോഹനേട്ടൻ എനിക്ക് അറിഞ്ഞൂടെ. കാശ് ചെലവാകുന്നതിനുള്ള വിഷമാണ് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ? സത്യപാലം വക്കീലിനെ എനിക്ക് നന്നായിട്ട് അറിയാം. എല്ലാ ദിവസവും കല്ലുപിടിക്കുന്ന ആളാ. അതുപോലെ തന്നെ ആയിരിക്കല്ലോ എല്ലാരും. ഈ കുടിയന്മാരുടെ കൂടെ ടൂർ പോകണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം? ജീവിതത്തിൽ ഇതുവരെ ഒരു തുള്ളി കള്ളു പോലും കുടിക്കാത്ത ഈ മഹാൻ എല്ലാ മാസവും എന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ടൂറിന്. മോഹനേട്ടനോട് എന്നെങ്കിലും എവിടെയെങ്കിലും ടൂർ പോവാന്നുള്ള എന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ ഒരു ദിവസത്തേക്ക് ഞാനൊരു യാത്ര പോയിക്കിടെന്ന് വിചാരിച്ചോടെ എനിക്ക്. മോഹനേട്ടൻ പിന്നെ ഇതൊന്നും സമ്മതിക്കില്ല. കാരണം എന്താ? ഞാൻ മോഹനേട്ടന് വീട്ടുജോലികൾ ചെയ്യാനുള്ള ഒരു യന്ത്രമാണ്. എന്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ജോലിക്ക് വെക്കോ എന്ന് സമ്മതിച്ചു. ഓ, അത് തന്നെ അങ്ങേയറ്റത്തെ കാരുണ്യം. പിന്നെ ജോലി ചെയ്ത് കിട്ടുന്ന കാശ് ബാങ്കിൽ കൊണ്ടിടാലോ. എന്റെ ചെറിയ സന്തോഷങ്ങൾ പോലും മോഹനേട്ടൻ വകവെച്ച് തരില്ല. അതുകൊണ്ട് ഞാനും ഇനി മോഹനേട്ടനെ പോലെ തന്നെ പെരുമാറാൻ പോവാ. 3 നേരം കഴിക്കാനുള്ളത് ഞാനിതാ ഇവിടെ ഉണ്ടാക്കി വെക്കും. വേണമെങ്കിൽ എടുത്ത് കഴിക്കാം. ഷർട്ടും മുണ്ടും അലക്കി തേച്ച് വെച്ചിരിക്കും. എടുത്തിട്ട് പരമയോഗ്യനായ ആഫീസിലേക്ക് പോവാ. അതാണ് ഇനി നമ്മൾ തമ്മിലുള്ള ബന്ധം. അത്രേ ഉള്ളൂ. ഇതിലെങ്ങനെ രക്ഷപ്പെടാനൊന്നുമില്ലല്ലോ ഭാമേ. നിനക്ക് ടൂർ പോകണം നിർബന്ധമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാൻ പറഞ്ഞില്ലേ? എന്ന് അപ്പോ ടൂറിനുള്ള സൗകര്യങ്ങളൊത്ത് വരണമല്ലോ. അത് ഈ നൂറ്റാണ്ടിലുണ്ടാവോ? മോനട്ടാ, ഈ നമ്പർ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷം 3-4 ഓരോ പ്രാവശ്യവും ഞാൻ ടൂർ പോകുന്ന കാര്യം പറയുമ്പോ മോഹനേട്ടൻ പറയും, ഭാമേ അടുത്ത കൊല്ലം നമുക്ക് ഉറപ്പായിട്ട് പോകാന്ന്. മോഹനേട്ടൻ ആ വാക്ക് കേട്ടിരുന്നാൽ ഗണപതിയുടെ കല്യാണം പോലെയാവും കാര്യങ്ങള്. ഒരു യാത്രയുടെ കാര്യം പറയുമ്പോ സാധാരണക്കാര് എങ്ങനെ യാത്ര പോകാം എന്നാണ് ചിന്തിക്കാറുള്ളത്. മോഹനേട്ടനോ ആ യാത്ര പോവാതിരിക്കാനുള്ള കാരണങ്ങൾ ഓരോന്നായിട്ട് കണ്ടുപിടിക്കും. കൂടെ വരുന്നവര് കള്ളുകുടിയന്മാരാണ്, ഇത്രയും ചൂടുള്ള സമയത്ത് യാത്ര ചെയ്യുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല, അങ്ങനെ ഓരോരോ കാര്യങ്ങള്. ഏറ്റവും ഒടുവില് ഒരു പഞ്ചാര വാഗ്ദാനവും, നമുക്ക് 2 പേർ കൂടി പോവാം എന്ന്. ഒരിക്കലും നടക്കാത്ത ആ യാത്രയുടെ പേരിൽ മോഹനേട്ടനെ വിശ്വസിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. ഇതാണ് കുഴപ്പം. ഞാൻ ന്യായമായ ഒരു കാര്യം പറയുമ്പോ അതിൽ കുഴപ്പം കണ്ടുപിടിക്കാനാണ് നീ നോക്കുന്നത്. ഞാൻ കാര്യമൊന്നും അന്വേഷിക്കുന്നില്ല. മോഹനേട്ടൻ പറയുന്നില്ലേ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ടൂർ പോകണമെങ്കിൽ കാശ് ചെലവാകും. അത് പറ്റില്ല. ബാക്കി കാരണങ്ങളെല്ലാം മോഹനേട്ടന്റെ സൗകര്യത്തിന് ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. രാവിലെ വിദ്യാലക്ഷ്മി വിളിച്ചിരുന്നു. 7:30 മണിയായപ്പോഴേക്കും അവര് പുറപ്പെട്ടു. ബസ്സിൽ കയറുന്നതിന് മുന്നേ വിദ്യ പിന്നെയും ചോദിച്ചു, നീ വരുന്നോ ഭാമയെന്ന്. ഞാൻ ചെല്ലുമെങ്കിലും അവര് കാത്തു നിൽക്കാൻ തയ്യാറായിരുന്നു. മോഹനേട്ടൻ ഒറ്റയ്ക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നുള്ള കള്ളം പറഞ്ഞ് ഞാനും ഒഴിഞ്ഞു. അങ്ങനെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സത്യത്തിൽ നടന്ന എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അവരുടെയൊക്കെ മുന്നിൽ മോഹനേട്ടൻ മോശക്കാരനാവില്ലേ? എനിക്ക് മോഹനേട്ടനോട് സ്നേഹം ഉള്ളതുകൊണ്ട് മോഹനേട്ടൻ മോശക്കാരനാവാൻ നോക്കിയല്ലേ എനിക്ക് പറ്റുള്ളൂ. എന്നിട്ടാണോ സുന്ദരേശനോട് അയാളുടെ കേസ് വാദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത്? നിന്റെ വാക്ക് വിശ്വസിച്ചല്ലേ ഞാൻ സുന്ദരേശനെ വിളിച്ചു വരുത്തിയത്? മോഹനേട്ടാ, ടൂർ പോകാൻ എന്നെ സമ്മതിക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിട്ട് പിന്നെ എന്റെ ഒരു സഹായം തിരിച്ചു ചോദിച്ചതാണ് മോഹനേട്ടനെ പറ്റിയ തെറ്റ്. ഞാനും ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യ സ്ത്രീയാണെന്ന് മോഹനേട്ടനെ ഓർക്കാതെ പോയി. ഞാൻ ഇത് കേൾക്കണം. നീ പറഞ്ഞല്ലോ നിനക്ക് എന്നോട് വലിയ സ്നേഹമാണെന്ന്. അതുപോലെ ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ മനസ്സിലാക്കണമായിരുന്നു. ഇന്ന് വെളുപ്പിന് മുതൽ രാത്രി വരെ നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമമുള്ളതുകൊണ്ടാ ഞാൻ നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ കല്യാണത്തിന് ശേഷം ഇതുവരെ നമ്മൾ പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ. ഞാൻ നിന്നെ വിട്ടില്ല എന്നുള്ള സത്യ. പക്ഷെ അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, സ്നേഹം കൊണ്ട് മാത്രം. മോഹനേട്ടാ, വിഷമായോ? സാരമില്ല,
അല്ലെങ്കിൽ എന്റെ വിഷമങ്ങൾ നിനക്ക് പ്രശ്നമല്ലല്ലോ. ഇതിനാണോ മോഹനേട്ടാ 19ാമത്തെ അടവെന്ന് പറയുന്നേ? ആണോ? ഈ പ്രശ്നം തീർക്കാൻ മോഹനേട്ടർ ഇതല്ല, ഇതിനപ്പുറത്തെ അടവിറക്കൊന്ന് എനിക്കറിഞ്ഞൂടെ. പണ്ടൊക്കെ ആ അടവിൽ ഞാൻ വീഴുകയും ചെയ്യുമായിരുന്നു. ഇനിയേ അത് നടക്കൂല. എന്നെ കാണാതിരിക്കാൻ വിഷമോ പോലും. എല്ലാ ദിവസവും രാവിലെ 9:48 ഇവിടെ ഇറങ്ങുന്ന മോഹനേട്ടൻ തിരിച്ചു വരുന്നത് വൈകിട്ട് 5:30. അത്രയും സമയം എന്നെ കാണാതിരിക്കാൻ മോഹനേട്ടൻ ഒരു പ്രയാസവും ഇല്ല അല്ലേ? രാവിലെ 7:30 മുതൽ 9:30 വരെയുള്ള 2 മണിക്കൂറും വൈകിട്ട് 5:30 മുതൽ 9 വരെയുള്ള 3 മണിക്കൂറുമാണ് കൂടുതലായിട്ട് വരുന്നത്. ആകെ 5:30 മണിക്കൂർ. അത്രയും സമയം എന്നെ കാണാതിരിക്കാൻ മോഹനേട്ടന് പറ്റില്ല. മോഹനേട്ടൻ ഒരു നല്ല നടനാന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഈ അഭിനയം അത് കുറച്ച് ഓവറായിപ്പോയി. അത് ഇവിടെ ഏക്കൂല. ഞാൻ പറഞ്ഞിരുന്ന ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിനക്ക് വാശിയാ, അതാ ഇവിടുത്തെ പ്രശ്നം. എന്റെ വാശിയല്ല ഇവിടുത്തെ പ്രശ്നം, മോഹനേട്ടന്റെ പിശുക്കാണ്. ആ പിശുക്കിന്റെ കഥ പുറത്തറിയാതെ ഓരോരോ കാര്യങ്ങൾ സാധിക്കാനായി മോഹനേട്ടൻ പുതിയ പുതിയ അടവുകൾ എടുക്കും. ആദ്യം കള്ളുകൂടിയെ കുറ്റം പറഞ്ഞു, പിന്നെ കാലാവസ്ഥയുടെ ദോഷം പറഞ്ഞു, ഇപ്പൊ പറയുന്നു എന്നെ കാണാതിരിക്കുന്നതിലുള്ള വിഷമമാണെന്ന്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഇനിയും പുതിയ പുതിയ അടവുകൾ ഇറക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ എന്തൊക്കെ അടവുകൾ ഇറക്കിയാലും ഇത് ഞാൻ ക്ഷമിക്കില്ല. മോഹനേട്ടനുമായിട്ട് ഒരു ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ല. ഹലോ, അതെ. ആ വിദ്യ എവിടെ എത്തി? അതെയോ? എന്നിട്ട് അതെന്ത് പണിയെ കാണിച്ചു നോക്കണേ. നിനക്കിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാറുന്നില്ലേ? നിങ്ങളിപ്പോ എവിടെയാ? അതെയോ? ശരി, സദാനന്ദ സാറിനോട് പറയണ്ട, പിന്നെ അതാകെ പ്രശ്നമാവും. ശരി. എന്തു പറ്റിയെന്ന്? അല്ല, അവര് പോയ വണ്ടി മറിഞ്ഞൊന്നുമില്ല. രാവിലെ വണ്ടി കയറുന്നതിന് മുന്നേ സത്യപാലൻ ഒരു കുപ്പിയായിട്ടാ വന്നത്. വണ്ടി കയറുന്നതിന് മുന്നേ തന്നെ കഴിച്ചു. വണ്ടി ഓടി തുടങ്ങിയപ്പോ പാട്ടും കൂത്തും ഒക്കെ ആയി. ഞങ്ങളൊരു ജൂനിയർ വക്കീലുണ്ട്, സുധാകരൻ. അയാള് കള്ളു കുടിക്കത്തൊന്നുമില്ല. അയാള് സത്യപാലനും തമ്മിൽ വാക്ക് തർക്കമായി, വഴക്കായി, ബഹളമായി. ഡ്രൈവർ വണ്ടി നിർത്തി. ഇങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വലിയ വഴക്കായതുകൊണ്ട് അവർ തിരിച്ചു പോരുവാന്ന്. എന്താ ചിരിക്കാത്തത്? അല്ല, സത്യപാലനെ പോലുള്ള കുടിയന്മാരുടെ കൂടെ പോകണ്ടായെന്ന് മോഹനേട്ടൻ പറഞ്ഞതല്ലേ. ഇപ്പോ മോഹനേട്ടൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ? സാധാരണ എനിക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമ്പോ മോഹനേട്ടൻ ഹോ 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 എന്ന് ചിരിക്കാറുള്ളതല്ലേ. ഇപ്പൊ ചിരിച്ചില്ല. ഞാൻ ചിരിക്കാത്തതാണ് ഇപ്പൊ കുഴപ്പം. എന്നാലും ഈ സത്യപാലന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ മോഹനേട്ടനെ കുറ്റം പറഞ്ഞല്ലോ. എന്റെ ഒരു വിവരക്കേട് നോക്കണേ. ഇത് നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണോ അതോ ഇപ്പൊ ഉണ്ടായി ചമ്മല് മാറ്റാൻ വേണ്ടി പറഞ്ഞാണോ? ഇതിലിപ്പോ അത്ര ചമ്മാനൊന്നും ഇല്ലല്ലോ. ഒരബദ്ധം പറ്റി. ഏത് വക്കീലായാലും ഒരബദ്ധമൊക്കെ പറ്റും, അത്രേ ഉള്ളൂ കാര്യം. സാറേ, ഉത്തമനാണല്ലോ. ഞാനെന്തിനാ പറയണത്? മോഹനേട്ടനെ കാണാനല്ലോ ഉത്തമം വന്നത്. എന്നാലും വാ. അതെ, ഇവിടെ ഉണ്ടായ സംഭവം ഒന്നും ഉത്തമനോട് പറയല്ലേ. അല്ല, വെറുതെ ഉത്തമന്റെ മുന്നിൽ നാണം കിടന്ന എന്തിനാ? പറയണ്ടോ? പറയില്ല, വാ. നമസ്കാരമുണ്ട് സാർ. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമസ്കാരം. പക്ഷെ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ എത്തിയപ്പോ ദാ വരുന്നൊരു ഫോൺ. ഇവിടെ അല്ല, എനിക്ക് ഫോൺ വന്നേ. സ്റ്റേറ്റ് ബാങ്കിൽ ദാമോദര സാറിന്റെ വീട്ടിൽ ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ നേരെ ശിവദാസനെ പോയി കണ്ട് ഗ്യാസ് ഒപ്പിക്കാനുള്ള ഏർപ്പാടെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ വരുന്നത് തന്നെ. ഇത്തരം ന്യായങ്ങൾ കേൾക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാൻ ഉത്തമനോട് ഇവിടെ വരാൻ പറഞ്ഞത് 7 മണിക്കാ. അത് ശരി തന്നെ സാറേ. പക്ഷെ ദാമോദര സാർ വിളിച്ചോണ്ട് നമ്മൾ അങ്ങോട്ട് ഉത്തമൻ വരാൻ വൈകിയത് കൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്ന് ഉത്തമൻ അറിയാമോ? ശിശുപാലന്റെ ബന്ധുവായ സുന്ദരേശന്റെ മുന്നിൽ വെച്ച് ഈ നിൽക്കുന്ന ഭാമ എന്നെ അപമാനിച്ചു. അയ്യോ അയ്യോ, അതെന്ത് പറ്റി? ഇവൾക്ക് ടൂർ പോകാൻ ആഗ്രഹം ഉണ്ടാഞ്ഞിട്ടും ഞാൻ അത് തടഞ്ഞു എന്ന്. ശരിയല്ലേ ഭാമേ? അക്കാര്യം ഇവിടെ പറയേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. പറയാതെ ശരിയാവും. ടൂറിന്റെ കാര്യം പറയണ്ട ഉത്തമ.
അതെന്തോന്ന് ചോദ്യം സാറേ, അത് പറഞ്ഞല്ലേ പറ്റൂ. മോനോട്ട് എന്നെ നാണം കെടുത്തല്ലേ. വക്കീലെ, എന്തായാലും വക്കീല് കോൾ അടിച്ചല്ല. എത്ര നാളായിട്ട് പറയുന്നു ടൂർ പോണെന്ന്. സാറിന്റെ ഈ ഒരു സ്വഭാവം വെച്ച് അത് സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാവിലെ 6:30 ടൗണിൽ നിന്നാണ് ബസ്. യാത്രയുടെ താമസ സൗകര്യത്തിന്റെ ഒക്കെ മുഴുവൻ പൈസ അടച്ചതിന്റെ രസീത് പിടിച്ചോ. പിന്നെ സാറേ, വൈകിട്ട് ബസ് ഊട്ടിയിലെത്തും. ശനിയാഴ്ച ഒരു മുഴുവൻ ദിവസം അവിടെ, ഞായറാഴ്ച രാവിലെ തിരികെ വരാം. അപ്പോ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ സാറേ. പിന്നെ നിങ്ങളുടെ വരണമെന്നൊരു ഭയങ്കര ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു, സമയമില്ല, അതുകൊണ്ടാണ്. ഞാൻ ഒരു ദിവസം ഇവിടുന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുഴുവൻ കാര്യങ്ങളും വെള്ളത്തിലാവും. എന്നാ പിന്നെ പോട്ടെ വയ്ക്കില്ലേ. പറ്റിയ ഇന്ന് വൈകിട്ട് വരാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച തിരിച്ച് വന്നതിന് ശേഷം വരാം സാറേ. ശരി എന്നാ. എന്താ അന്തം വിട്ടിരിക്കുന്നേ? ഇതൊക്കെ എന്താ മോനോട്ടാ? ടൗണിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും ടൂർ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവരുടെ ബസ്സിൽ നാളെ നമ്മൾ ഊട്ടിക്ക് പോകും. ഞായറാഴ്ച തിരിച്ചു വരും. ഇത് സ്വപ്നാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ വൈകിട്ട് ഉത്തമന്റെ കയ്യിൽ പൈസ കൊടുത്തു വിട്ടതാ. ടിക്കറ്റുമായി ഉത്തമൻ വന്നിട്ട് നിന്നോട് പറയാമെന്ന് കരുതിപ്പോയി. ഈ നൂറ്റാണ്ടിൽ നമുക്ക് ഒരുമിച്ച് ടൂർ പോകാൻ പറ്റുമോ എന്ന് നിന്നോട് ചോദിച്ചു. നാളത്തെ ദിവസം ഈ നൂറ്റാണ്ടിലെ തന്നെയാണ്. അത് ഞാൻ അന്നേരത്തെ ദേഷ്യത്തിനിച്ചപ്പോ പറഞ്ഞതല്ലേ. സത്യപാലനെ പോലുള്ള കള്ളുകുടിയന്മാരുടെ യാത്ര പോയാൽ പ്രശ്നമാകും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സത്യപാലൻ ഇങ്ങനെ പെരുമാറുന്നു. കുംഭമാസത്തിലെ വെയിലത്ത് ആരെങ്കിലും കേരളത്തിൽ ടൂറിന് പോകുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത്. അവിടെ ഭയങ്കര തണുപ്പല്ലേ. ഇനി പറയൂ, എന്റെ പിശുക്കൊണ്ടാണോ ഞാൻ ടൂറിന് പോകാൻ സമ്മതിക്കായിരുന്നത്? മോഹനായിട്ട് അങ്ങനെ വലിയ പിശുക്കൊന്നുമില്ല, ഒരു കുഞ്ഞിത്ര ഉള്ള പിശുക്ക്, അത്രേ ഉള്ളൂ. ഇനിയും ഉണ്ടൊരു കാര്യം. 5.5 മണിക്കൂർ സമയം എന്നെ കാണാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ടൂറിന് പോകാൻ സമ്മതിക്കാത്തത് എന്ന് പറഞ്ഞ് നീ എന്നെ കളിയാക്കി. ഞാൻ ആ പറഞ്ഞ സത്യമാണ്. അതുകൊണ്ടല്ലേ ദിവസത്തിൽ 24 മണിക്കൂർ നിന്റെ അടുത്തിരിക്കാൻ നമ്മൾ ഒരുമിച്ച് ടൂറിന് പോകുന്നത്. എന്താ സ്വപ്നമാണോന്നൊരു സംശയം. ഞാനൊന്ന് എന്നുള്ളിൽ നോക്കിയതാ. താങ്ക് യു. മോഹനകൃഷ്ണൻ പിശുക്കനാണെന്നും മിഠായി യുക്തി കൊണ്ട് ജീവിക്കുന്നവനാണെന്നൊക്കെ പറയാമെങ്കിലും ആൾ സ്നേഹമില്ലാത്തവനാണെന്ന് പറയുന്നത് കഷ്ടമാണ്. മോഹനകൃഷ്ണൻ ഏതൊക്കെ രീതിയിൽ സ്നേഹം പ്രകടിപ്പിച്ചു കളയുമെന്ന വക്കീലിന്റെ കണക്കുകൂട്ടലാണ് തെറ്റിപ്പോയത്.